ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യം നിങ്ങളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കട്ടെ, പിന്നെ സച്ചിയെങ്കിലും സമ്മതിക്കണം. അതൊക്കെ ചേച്ചി വിചാരിച്ച നടക്കുന്നേ. ചേച്ചി ഞങ്ങളുടെ ചക്കരയല്ലേ? ആ മതി മതി മതി, എന്താ രണ്ടിന്റെ സോപ്പിടല്? വാ നോക്കട്ടെ. സ്ലീപ്പ് ഓവറിന് നമുക്ക് ഫ്രണ്ട്സിനെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? അയ്യോ, ആദ്യം നമ്മുടെ വീട്ടിൽ വേണ്ട. നമ്മുടേത് ചെറിയ വീടല്ലേ, ചിലപ്പോ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നീട് മതി. സ്ലീപ്പ് ഓവറിന് നമ്മൾ അവരുടെ വീട്ടിൽ വിടുവോ? എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? എന്തെങ്കിലും കുസൃതി കാണിക്കാനുള്ള പരിപാടിയാണോ? അതെ ചേച്ചി, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ഒരു കാര്യം ചേച്ചി അമ്മയും മുത്തശ്ശിയും കൊണ്ട് സമ്മതിപ്പിക്കണം. അങ്ങനെ വരട്ടെ. അപ്പൊ ചെറിയ കാര്യമൊന്നും അല്ല രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ആലോചിച്ചത്. ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം. അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണോ അതോ രണ്ടെണ്ണത്തിനും തല്ല് തരണോന്ന്. അതെ ചേച്ചി, ഞങ്ങൾ 4 ഫ്രണ്ട്സും ചേർന്ന് സ്ലീപ്പ് ഓൺ എവിടെയെങ്കിലും കൂടാൻ തീരുമാനിച്ചേക്കാം. ഞങ്ങൾ രണ്ടുപേരും, പിന്നെ ചിപ്പിയും ഗൗരിയും. ചിപ്പിയോ? ആ കുട്ടി നിങ്ങളുടെ കൂടെ വരുവോ? അവളുടെ അമ്മയ്ക്ക് നിങ്ങളെ തീരെ ഇഷ്ടമല്ലെന്ന് അറിയാലോ. അതൊന്നും സാരമില്ല, ചിപ്പി അവളെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. സമ്മതിച്ചാ കൊള്ളാം. ആ കൊച്ചിനും കൂടി തല്ലി മേടിച്ചു കൊടുക്കരുത്. ആട്ടെ, ആദ്യം ആരുടെ വീട്ടിൽ കൂടാനാ പ്ലാൻ? അതാ ഇപ്പൊ ഒരു സംശയം. അവരെ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവരണോന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹ. പക്ഷെ നമ്മുടേത് വാടക വീടല്ലേ, അവർ രണ്ടുപേരുടെ വീട് വലിയ വീടാ. എന്താടി ആരുടെ വീടിന്റെ കാര്യം ഇവര് പറയുന്നത്? അച്ഛമ്മ, ഇവര് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ദിവസം ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ കൂടുന്ന കാര്യമാ പറയുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂടുന്നതിന്റെ പേരാ സ്ലീപ്പ് ഓവർ എന്ന്. അയ്യോ, എന്ന് പറഞ്ഞാ ഇവരെ അപ്പൊ കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കാൻ വരണമെന്നാണോ നീ പറയുന്നത്? എന്റെ പൊന്നു കുഞ്ഞെ, സ്ലീപ്പ് ആയാലും കൊള്ളാം, ഓവർ ആയാലും കൊള്ളാം, വല്ലവരുടെ വീട്ടിൽ പോയി താമസിക്കുന്ന പരിപാടി ഒന്നും നടക്കത്തില്ല. അതൊന്നും ശരിയാകത്തുമില്ല. അച്ഛമ്മേ, ഇത് പഴയ കാലമൊന്നും അല്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ കുട്ടികൾ തമ്മിൽ ഒരു അടുപ്പവും ബന്ധമൊക്കെ ഉണ്ടാവാനുള്ള ഒരു പരിപാടിയാ ഇത്. ഇടുവച്ചേ, ഇവിടെ തന്നെ കുത്തി മറിഞ്ഞു കിടക്കുന്ന ഇനങ്ങളെ രണ്ടെണ്ണം. അപ്പൊ പിന്നെ നമ്മൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വല്ലോടത്തും വിട്ടാനുള്ള അവസ്ഥ അറിയാലോ. അവസാനം സ്കൂളിലെ പോലെ അവരുടെ വീട്ടിലും ചെന്ന് നമ്മൾ പരാതി തീർക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛമ്മേ. ഇവരെ അങ്ങോട്ട് പോയി താമസിക്കുന്നത് മാത്രമല്ല, ചിലപ്പോ അവരെല്ലാരും കൂടി ഇങ്ങോട്ടും വരും. ഇങ്ങോട്ട് വേണമെങ്കിൽ വന്നോട്ടെ, പക്ഷേ ഇവരെ വേറെ എങ്ങോട്ടും വിടാൻ പറ്റത്തില്ല. അപ്പൊ അവരെങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? അവരുടെ അമ്മമാര് ഇങ്ങനെ പറഞ്ഞാലോ? പിന്നെ അവരിങ്ങോട്ട് വന്ന നമ്മുടെ വീട് വാടക വിടാന്ന് അവരറിയില്ലേ? കൊള്ളാലോടി. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോക്കോളാം അമ്മമ്മേ. കേട്ടോടി? പ്ലീസ് അമ്മമ്മേ, ഒന്ന് സമ്മതിക്കേ. എടി കുഞ്ഞെ, അതിനിപ്പോ ഞാനാണോ സമ്മതിക്കേണ്ടത്? നിങ്ങളുടെ അച്ഛനും അമ്മയല്ലേ? അതൊക്കെ ആവണ ചേച്ചി വന്നെ സമ്മതിപ്പിച്ചോളൂ. എടി കുഞ്ഞെ, ഇതൊക്കെ നല്ലതാണോ? അതോ ഈ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് വല്ല കുഴപ്പമുണ്ടാക്കുവോ? അതെ, നിങ്ങളെല്ലാരും കൂടെ വല്ലതും ഒക്കെ കാണിച്ച് അവസാനം നിന്റെ തലയിലിരിക്കും. നോക്കിക്കോ. അങ്ങനെയൊന്നും വരില്ല അച്ഛമ്മേ. ഫ്രണ്ട്സ് എല്ലാരും കൂടി 2 ദിവസം എൻജോയ് ചെയ്യുന്നൊരു പരിപാടിയല്ലേ, അത് നല്ലതാ. ഇപ്പൊ ഈ സ്ലീപ്പ് ഓവർ പല സ്ഥലത്തും ഉണ്ട്. എന്റെ അച്ഛമ്മേ, നമ്മള് പണ്ട് ഈ കൂട്ടുകാരുടെ വീട്ടിൽ പോയി താമസിക്കില്ലേ, അതിനെ ഇപ്പൊ സ്ലീപ്പ് ഓവർ എന്ന് പറയുന്നത്. എന്റെ കുഞ്ഞെ, ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല.
ഇപ്പോഴത്തെ സ്കൂളും കൊള്ളാം, പിള്ളേരും കൊള്ളാം. സാറന്മാരേതാ പിള്ളേരേതാന്ന് തിരിച്ചറിയത്തില്ല. ഹോ, ഹാ, അതെങ്ങനെയാ? നിന്നെ പോലുള്ളതൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത്? ആ, എന്തായാലും ഈ കുരിശ് നീ തന്നെ ഏറ്റോണം. ഉറപ്പിച്ചോ? താങ്ക് യു ചേച്ചി. താങ്ക്സ് ഒക്കെ പറയാൻ വരട്ടെ. ആദ്യം നിങ്ങളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കട്ടെ. പിന്നെ സച്ചിയെങ്കിലും സമ്മതിക്കണം. അതൊക്കെ ചേച്ചി വിചാരിച്ച നടക്കൂന്നേ. ഉം. ചേച്ചി ഞങ്ങളുടെ ചക്കരയല്ലേ? ആ മതി മതി മതി. എന്താ രണ്ടിന്റെയും സോപ്പിടല്? വാ നോക്കട്ടെ.